എന്നാണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അതായത് ഞാൻ എൻ്റെ വചനം ആരൊക്കെ കേൾക്കുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കേൾക്കുന്നവർ ആ വചനം നിങ്ങൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നെങ്കിൽ അതൊക്കെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം വലിയൊരു ശക്തി, ഒരു വചനം ഒരു വലിയ ശക്തിയാണ്. അപ്പം ഞാനത് നിങ്ങൾക്ക് തരുമ്പോൾ അത് നിങ്ങൾക്കത് നേരിൽ ഉൾക്കൊള്ളുവാനും ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനും ഒത്തിരി പേരുടെ ജീവിതത്തെ അത് സ്പർശിക്കുവാനും അതിലൂടെ സൗഖ്യവും എല്ലാം വരുവാനും ഈശോയോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാനൊരു ധ്യാനകേന്ദ്രം എനിക്കില്ല, അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ഥലത്ത് നിന്നൊന്നും അല്ലേ സംസാരിക്കുന്നു. ഒത്തിരി കുറവുകളുണ്ട്. അപ്പം കുറവുകളെ നിറവുകളാക്കി ഈശോ വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തന്ന് നയിക്കാൻ, ജീവിതത്തിൽ നയിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ ഈശോയുടെ വചനം നമ്മോട് സംസാരിക്കുന്നത് യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടുകയില്ല, നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഒത്തിരി സ്നേഹമുള്ളൊരു വചനമാണ് ഈശോയുടെ, അല്ലേ? ഈശോയുടെ വലിയ കരുതലും സ്നേഹവും ഒക്കെ നിറഞ്ഞൊരു വചനം. ഒരിക്കലും ഈശോ നമ്മളെ എന്ത് ചെയ്യത്തില്ല? അനാഥരാക്കി വിടത്തില്ല. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കും, നിന്നെ ഉള്ളം കയ്യിൽ കാക്കും. വലിയ ഈശോയുടെ വലിയ സ്നേഹമാണല്ലേ. നമ്മളെ ഓർക്കും നമുക്ക് ആരും ഇല്ലല്ലോ, നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുവാണല്ലോ, നമ്മളെ ആരും കേൾക്കാനില്ലല്ലോ, നമ്മൾ ഒറ്റപ്പെട്ടു പോയല്ലോ ലൈഫിൽ. അങ്ങനെ ഒരു നിമിഷമുണ്ട്, നമ്മൾ ഒറ്റപ്പെട്ട് ആരൊക്കെ ചുറ്റും ഉണ്ടെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്കിരുന്ന് ഒറ്റപ്പെട്ടു പോയി എവിടെയെങ്കിലുമൊക്കെ, ചിലപ്പോൾ ഒരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരു മരച്ചോട്ടിലോ ബാത്റൂമിലോ ഒക്കെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് തീർക്കുന്ന ചില ദിവസങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പം ഈശോ അന്നേരവും നമ്മളോട് പറയാണ്, അനാഥരല്ല, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ അടുക്കിലേക്ക് വന്ന് നിന്നെ ചേർത്ത് കെട്ടിപ്പിടിക്കുന്ന ഒരു സ്നേഹമുള്ളൊരു ഈശോപ്പച്ചൻ നമുക്കുണ്ട്. അപ്പം ആ ഈശോപ്പച്ചനാണ് നമുക്ക് വേണ്ടി ഏറ്റവും വലിയ ബലം. അപ്പോൾ ഈശോ നമ്മളെ പരസ്പരം ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൂട്ടുകാർ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.